നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ പുതിയ ബുക്ക് കിട്ടുമ്പോൾ, പുതിയ പുസ്തകം കിട്ടുമ്പോൾ അത് തുറക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, മണം അല്ലേ? ആ മണമൊക്കെ ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ലാത്ത ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എഴുതുന്ന ആൾക്കാരുണ്ട്, വായിക്കുന്ന ആൾക്കാർ മാത്രമല്ല, മലയാളികളിൽ എഴുതുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊരു 3 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ മലയാളി എഴുത്തുകാർ, മലയാളം മാത്രമല്ല ബാക്കിയുള്ള ഭാഷകളിൽ എഴുതുന്ന മലയാളി എഴുത്തുകാരെല്ലാം ഒരു വേദിയിൽ കൊണ്ടുവന്നിട്ട് തുറന്ന പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, വായിക്കാം വളരാം വിളയാം. ഇപ്രാവശ്യം നമ്മളിവിടെ ഓസ്ട്രേലിയൻ മലയാളി ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തി. ആദ്യമായിട്ട് നമുക്ക് ഈ ബുക്കുകൾ ഇവിടെ വന്ന് മേടിക്കാൻ സാധിക്കുമല്ലോ അല്ലേ? നമുക്ക് മലയാളികൾക്കെല്ലാം മലയാളം ബുക്കുകൾ വളരെ ഇഷ്ടമാണ്. അത് നമ്മൾ എവിടെയെങ്കിലും അന്വേഷിക്കണം, കിട്ടാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഇത്രയ്ക്കധികം ഏകദേശം 5000 ബുക്കുകളുണ്ട് ഇവിടെ. മലയാളം പുസ്തകങ്ങൾ വായിക്കണം താല്പര്യമുണ്ടെങ്കിൽ നേരെ വിപഞ്ചയിലേക്ക് വരിക. ഇരുന്ന് വായിക്കാനുള്ള സൗകര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് വീട്ടിലെടുത്തോണ്ട് പോകാം. VSLന്റെ വിക്ടോറിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജിന്റെ കീഴിൽ ഇപ്പം നമ്മളിവിടെ മലയാളം പഠിപ്പിക്കുന്നത്. അതൊക്കെ കൈയെഴുത്ത് പ്രതിയൊക്കെ നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുള്ള, അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. പക്ഷെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് പാരൻസ് ഇവിടെ വന്നിട്ട് അവരെ അടുത്ത് പോവാറ്. ഈ പുസ്തകങ്ങൾ കിട്ടുന്ന മുഴുവൻ പൈസയും വയനാടിന് കൊടുക്കുക എന്നുള്ളതാണ്. മാമനോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്നാ കങ്കാര് കേരളത്തിലേക്ക് വരിക എന്നാണ്. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മെൽബൺ മലയാളിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആയിരക്കണക്കിന് മലയാളം ബുക്കുകളുണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ പോയി ഒന്ന് പരിചയപ്പെടാം, ആ ലൈബ്രറി ഒന്ന് കാണാം. ഹലോ സജയ്, നമസ്കാരമുണ്ട്. എന്താ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലേ? ഈ സാധനം ഒന്ന് വെച്ചോളാവോ. വിശേഷമൊക്കെ എന്താണ്ട്? വളരെ സന്തോഷം ആണല്ലേ. ഇതെവിടെ, നാട്ടിലെവിടെ സഞ്ജയ്? എൻ്റെ നാട്ടിൽ തൃശ്ശൂർ, തിരുവില്ലാമല എന്ന് പറയും. പെട്ടെന്ന് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും ഞാൻ പറയും VK-ന്റെ നാട്ടുകാരനാന്ന് പറയും. അതല്ലേ. ഇപ്പൊ ഇവിടെ മെൽബണില് ഞങ്ങൾ ബർവുഡ് ബുക്കുകൾ ഒരു വലിയ കളക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ആയിരക്കണക്കിന് ബുക്കുകൾ. സത്യം, അതൊരു സത്യമാണ്. 1000-ഓളം കളക്ഷൻസ് എന്ന് പറയുമ്പോൾ പഴയ ബുക്കുകളല്ല. നിങ്ങൾ നാട്ടിൽ എപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു അത് ഇവിടെ എത്തുന്നുണ്ട്. പല കാലഘട്ടങ്ങളിലുള്ള പുസ്തകങ്ങളാണ്, മലയാള പുസ്തകങ്ങളാണ്. മലയാളത്തിൻ്റെ ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മലയാളത്തിൽ ഒരുപാട് ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. മലയാളം നോവലുകളും അതുപോലെ കവിതകളും എല്ലാം ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി കൂടി നമ്മൾ ശേഖരിച്ച് വയ്ക്കുകയാണ്. ആണല്ലേ. ഓക്കെ. നമുക്കതൊന്ന് കാണാൻ പറ്റുമോ? വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് ഇഷ്ടംപോലെ ബുക്കുകളുണ്ടല്ലോ. ഉണ്ട്. വളരെ പുതിയതും പഴയതും എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. പല കാലഘട്ടങ്ങളിൽ ഉള്ള പുസ്തകങ്ങളാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ കാലഘട്ടം, അത് കഴിഞ്ഞ് മന്ത്രവാദ കാലഘട്ടം, അങ്ങനെ ഓരോ മലയാളത്തിൽ 80s അല്ലെങ്കിൽ അതിനു മുമ്പേ ഉള്ള ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് 80-കൾ 90 കഴിഞ്ഞ് 90-ന്റെ ഒരു കാലഘട്ടം, ഇപ്പൊ പുതിയ എഴുത്തുകാരുടെ പുതിയ രീതികളിലുള്ള എഴുത്ത്, അതും നമുക്കിവിടെ ലഭ്യമാണ്. അത് കാണാനുണ്ട്. നമ്മുടെ പത്മനാഭൻ സാറിന്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് പതിപ്പ് പുതിയതാണെന്നേ ഉള്ളൂ, പഴയ പുസ്തകം ഒരു പതിപ്പുകൾ പുതിയതാണ്. അതുപോലെ പുതിയ എഴുത്തുകാർ ഷീല ടോം, ഇവരൊന്നും പുതിയ എഴുത്തുകാരല്ല, കുറച്ച് പഴയ എഴുത്തുകാരാണ്. പുതിയ എഴുത്തുകാർ ഇപ്പം കാളി, അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. നമ്മള് ഇവിടെ 2023 CR ദാസ് മാഷ് വന്നിരുന്നു. അദ്ദേഹത്തെ നമ്മളാണ് വിഭജിയാണ് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് കങ്കാരു കേരളത്തിലേക്ക് പറഞ്ഞിട്ട് കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം. അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 1080-ൽ പരം മലയാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കൂടുതൽ അദ്ദേഹം കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ലോകത്തുള്ള കുട്ടികളെ കുറിച്ച് പഠിക്കാൻ നടക്കുന്ന ഒരു മാഷാണ്. അപ്പൊ അങ്ങനെ എഴുത്തുകാരും ഇവിടെ വരാറുണ്ട്. ഇടയ്ക്ക് എഴുത്തുകാര് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ വന്ന് തന്നതാണ് ആന്റണി ജോസഫ് സാർ. അദ്ദേഹം കുട്ടനാടിന്റെ ഒരു അവലോകനം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അദ്ദേഹം ഇവിടെ വന്ന് നമുക്ക് കൈമാറി. അങ്ങനെ നമ്മളറിയാതെ ഈ ഒരുപാട് ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ മലയാളം പുസ്തകങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. അത് എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കണം എന്ന് വിചാരിക്കണമെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. ആൾക്കാർക്ക് വന്ന് ഇരുന്ന് വായിക്കാൻ സൗകര്യമുണ്ടോ? അതോ എടുത്തുകൊണ്ട് പോവാം. നമ്മുടെ വീട്ടിലുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് ഒരു ലൈബ്രറി എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നടത്തുന്ന ഒരു സംഭവമാണ്. അല്ലാതെ എന്താ പറയാ, ഒരു ഫെസിലിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഇവിടെ വരുന്നവരെ സ്വീകരിക്കുക നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എല്ലാവരും ജോലിക്കാരായതുകൊണ്ട് നമുക്ക് പലപ്പോഴും നിങ്ങളുടെ സൗകര്യത്തിന് ചിലപ്പോൾ ഞാൻ ഉണ്ടായിക്കോളുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സൗകര്യത്തിന് നിങ്ങൾക്ക് വരാൻ പറ്റിക്കോളുന്നില്ല. അപ്പം നമ്മൾ ഒരു കോമൺ ടൈമിൽ അവരോട് പറഞ്ഞ്
അവർക്ക് വന്നിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതും ഈ പറഞ്ഞ പോലെ ആറാഴ്ച നമ്മളൊരു ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നേ ഉള്ളൂ. അതൊന്നും പലപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളത് എന്താ പറയാ, പുസ്തകങ്ങൾ വായിക്കണം, എല്ലാവരും പുസ്തകങ്ങൾ വായിക്കണം എന്ന് അത് മാത്രം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ പുതിയ പുസ്തകങ്ങളായാലും പഴയ പുസ്തകങ്ങളായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, പലർക്കും പല രീതിയിലുള്ള വായനക്കാർ പല രീതിയിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന രീതിയിലേ വായിക്കാൻ പാടൂ, ഇന്ന പുസ്തകങ്ങളെ വായിക്കാൻ പാടൂ, മതഗ്രന്ഥങ്ങൾ മാത്രമേ വായിക്കാൻ പാടൂ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ മാത്രം, അങ്ങനെയല്ല. എല്ലാ കളക്ഷനും ഉണ്ട്. അതുപോലെ നമുക്ക് പറയാനുള്ളത്, ഇപ്പം മീശയുടെ ഹരീഷിൻ്റെ മീശ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ്. അപ്പം ആ പുസ്തകം നമ്മൾ ഇംഗ്ലീഷ് വേർഷൻ നമ്മുടെ കയ്യിലുണ്ട്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ മലയാളം വായിക്കാൻ അറിയില്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിപ്പം, പക്ഷേ നമ്മുടെ കൊച്ചുങ്ങൾക്ക് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അവർക്ക് ഒരിക്കലും അത് ഫസ്റ്റ് ലാംഗ്വേജ് ആവില്ല. അപ്പൊ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നതിനേക്കാട്ടിലും നല്ലത് എന്താ പറയുക, ഇങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ അവർ എന്തായാലും വായിച്ചിരിക്കും. അതെ. പിന്നെ വേറെ അറിയേണ്ടത്, നമ്മുടെ മലയാളം നമ്മുടെ പിള്ളേർ വായിച്ച് അവർക്ക് മനസ്സിലാവുകയില്ല. കാരണം വളരെ തുച്ഛമായ വാക്കുകളല്ല അവർക്ക് അറിയത്തുള്ളൂ, അല്ലേ? അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം ബുക്ക് ഒരുപാട് ബുക്കുണ്ട്. അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് നമുക്ക് അവാർഡ് വിന്നർ ഈ സീൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇത് ഹരിദാസ് സാവിത്രി എഴുതിയ ഒരു പുസ്തകമാണ്. അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വായിക്കുമ്പോൾ അതിന് ഫീസ് എന്തെങ്കിലും ഉണ്ടോ? അതോ നമ്മൾ ഫീസ് ഉണ്ടായിരുന്നില്ല. നമ്മളുടെ വെബ്സൈറ്റ്, ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്, vivenjaya.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് നമ്മളത് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഈ കോവിഡ് കാലത്ത് അത് വളരെ പോപ്പുലറായി. ഒരുപാട് പേര് നാട്ടിൽ നിന്നുള്ളവരൊക്കെ ഒരുപാട് ആക്സസ് ചെയ്യുന്നു. അതിൽ ഒരുപാട് പുസ്തകങ്ങൾ നമ്മളിങ്ങനെ ലിങ്കുകളൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആവാൻ തുടങ്ങി. ഒരുപാട് അൺലിമിറ്റഡ് യൂസേഴ്സ് ഒക്കെ. നമ്മൾ ഒരു ഹൈ എൻഡ് വെബ്സൈറ്റ് ഒന്നുമല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്ക് സാമ്പത്തികം കാണിച്ച് നിയന്ത്രിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയയിലുള്ളവർക്ക് $25 പെർ ഇയർ സബ്സ്ക്രിപ്ഷൻ പോലെ. അത് നമുക്ക് പലപ്പോഴും നമ്മളത് എന്താ പറയാ ചോദിക്കാറൊന്നുമില്ല. പലരും നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ആളുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. ജസ്റ്റ് എക്സ്പെൻസ് ഒന്ന് മീറ്റ് ചെയ്യാൻ. കാരണം അവർക്ക് കാണുന്നതാണ് ഇത്രയും പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത് മാത്രമല്ല, നമ്മൾ ഈ പുസ്തകങ്ങളുടെ മാത്രം പരിപാടികളല്ല ചെയ്യാറ്. നമ്മൾ AMH എന്ന് പറഞ്ഞിട്ട് ഈ മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു ഓർഗനൈസേഷൻ തൃശ്ശൂരുണ്ട്. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കിഡ്സിൻ്റെ അവരുടെ പേരൻസിനെ ഗൈഡ് ചെയ്യുക, അതൊക്കെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് കിട്ടുന്നതിന്റെ എന്തെങ്കിലും മിച്ചമുള്ള പൈസയും അല്ല എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ സാമൂഹ്യ സേവനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ അവിടെ $25 കൊടുത്തെന്ന് പറഞ്ഞൊരു നഷ്ടമായിട്ട് കണക്കാക്കണ്ടായിരുന്നു. നമുക്ക് ഈ ബുക്കുകൾ ഇവിടെ വന്ന് മേടിക്കാൻ സാധിക്കുമല്ലോ, അല്ലേ? സാധിക്കും. അവർക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം റീസെൻ്റ്ലി നമ്മൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പം നമ്മൾ ആ ഓർഡർ ഒരു ഫോം ഉണ്ട്, നമുക്ക് കളക്ട് ചെയ്തിട്ട് അവർ ഏത് വ്യക്തിയാണ് ഓർഡർ ചെയ്ത് തരുന്നെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ എടുത്തിട്ട് അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് വിലയാകും സാധാരണ ഒരു ആവറേജ്? ഇപ്പോൾ ഒരു ബുക്ക് നമുക്ക് നാട്ടിൽ നിങ്ങൾ സാധാരണ ഒരു $500 കൊടുത്ത് മേടിക്കുന്ന ബുക്ക് നമുക്ക് ഇവിടെ അതിൽ എന്ത് വിലയ്ക്ക് നമുക്ക് നമ്മൾ ഏകദേശം കൺവേർട്ട് ചെയ്തിട്ടുള്ള പ്രൈസിനെക്കാളും ഒരു $2-3 കൂടുതലുണ്ട്. അതായത് നമ്മൾ ഒന്ന് ആലോചിക്കണം, നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാനുള്ള പൈസയൊക്കെ നോക്കുമ്പോൾ അതൊരിക്കലും ഇല്ലില്ല, എന്നെ സംബന്ധിച്ചോളം അത് വರ್ತല്ല. കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് എൻ്റെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ നമ്മുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കലല്ല, ആളുകൾ കൂടുതൽ വായിക്കുക, നിറയെ പുസ്തകങ്ങൾ എവിടെ എത്തുക. ഇവിടുത്തെ ലോക്കലായിട്ട് പുസ്തകങ്ങൾ അവൈലബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ റീഡേഴ്സ് ഇപ്പം തന്നെ നമുക്ക് അറിയാം. ഇപ്പം നമ്മൾ ഫിസിക്കലി നമുക്ക് നമ്മുടെ ഡാറ്റകളിൽ കാണിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഒരുപാട് പുതിയ വായനക്കാരുണ്ടാവുന്നു. അത് ആളുകൾക്ക് പുസ്തകത്തിനോട് താല്പര്യമില്ലെന്ന് പുറംതിരിഞ്ഞ് നിൽക്കല്ലോ അതിനർത്ഥം. അല്ല, നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ വായിക്കുന്നവരുണ്ട്. പലപ്പോഴും നമുക്ക് വായിക്കാൻ സാധിക്കാത്തത് ഈ ബുക്ക് വളരെ കനമുള്ള സാധനമാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കേസല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? നമുക്ക് അറിയാലോ, നമ്മൾ ചെറുപ്പത്തിലും മറ്റും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ പുതിയ ബുക്ക് കിട്ടുമ്പോൾ, പുതിയ പുസ്തകം കിട്ടുമ്പോൾ അത് തുറക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, അല്ലേ? ആ മണമൊക്കെ ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ലാത്ത ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇപ്പം നിങ്ങൾ ഈ പുസ്തകം വായിക്കേണ്ടതല്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു എന്നോട് ആളുകൾ ചോദിച്ചിരുന്നത്. പുതിയ യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഹാർഡ് കോപ്പി പുസ്തകങ്ങൾ മേടിച്ചു വയ്ക്കുന്നത്? തമാശയായിട്ട് തോന്നും, പക്ഷെ
ഇപ്പോഴും ഹാർഡ് കോഡ് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവരത് ശരിക്ക് പേജ് മറിച്ച് വായിക്കുന്നതിനാണ് താല്പര്യം. വായനക്കാരെ കൂടുതൽ ഉണ്ടാക്കുക. ഇവിടെ ഒരുപാട് സാഹിത്യവേദികളുണ്ട്, അവരവരുടേതായ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. പലപ്പോഴും അത് ആരും അറിയുന്നില്ല, അതൊരു ലിമിറ്റഡ് സർക്കിളുകളിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഒരു സങ്കടം. നമസ്കാരമുണ്ട് ഗിരീഷ്, എന്നാണ് വിശേഷമൊക്കെ? ആണല്ലേ, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രസകരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പെട്ടെന്ന് എടുത്ത് പറഞ്ഞേ, ജിൽസ് ഇവിടെ നമ്മുടെ നൊസ്റ്റാളജിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അതിന് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങളെ പണ്ടത്തെ പുസ്തകത്തിന്റെ ഒരു മണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? ഒരു വട്ടം കൂടി പണ്ട് പഠിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. നമുക്ക് നാട്ടില് പോലും ചിലപ്പോ ഇങ്ങനെ ഇല്ല. അപ്പൊ നമ്മൾ പണ്ട് ആ പഠിച്ചിട്ടുള്ള പാഠങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. മേടിച്ചിട്ട് പോയിട്ട് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ആണല്ലേ. അപ്പൊ അത് പല കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച മലയാളം പുസ്തകങ്ങളുടെ ക്ലാസ് പുസ്തകങ്ങളുടെ കേട്ടോ. അത് ശരി, അതിന്റെ കളക്ഷൻ ആണ് അല്ലേ. അപ്പൊ ഇതിങ്ങനെയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോ നിങ്ങൾ ഈ മണത്തിന്റെ അല്ലെങ്കിൽ ഭാഷ നൊസ്റ്റാൾജിയ പറഞ്ഞ എഴുതി വരുന്ന സമയത്ത് ഇവിടെ ഉള്ള കാര്യം ഓർമ്മപ്പെടുത്തിയതാണ്. അതായത് നമ്മള് ഇപ്പോ നിങ്ങളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ അതേ താല്പര്യമുള്ള ഒരാളെയും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത് സഞ്ജയ് ഇങ്ങനെ നടത്തുന്ന സമയത്ത് നമുക്ക് അയാളുടെ കൂടെ ചേർന്ന് നിൽക്കാനൊരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ കുറെ പുസ്തക വായനശാലയ്ക്ക് ഉപരി വിഭജിക ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന് ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ മെന്റൽ ഹെൽത്തിൽ ഇപ്പൊ നമുക്കെല്ലാം ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ 2 വർഷമായിട്ടല്ലേ? അതെ, 2 വർഷമായിട്ട് സൗജന്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ മലയാളി ഡോക്ടേഴ്സ് ഓഫ് വിക്ടോറിയ എന്നിട്ട് അസോസിയേഷനായിട്ട് സഹകരിച്ചിട്ട് മെന്റൽ ഹെൽത്തിന്റെ ക്ലാസ് അത് ലേഡീസിനും പിന്നെ ജനറൽ ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഴുതുന്ന ആൾക്കാരുണ്ട്, വായിക്കുന്ന ആൾക്കാർ മാത്രമല്ല, മലയാളികളിൽ എഴുതുന്ന ആളുകളുണ്ട്. അപ്പം നമ്മളൊരു 3 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ മലയാളി എഴുത്തുകാർ, മലയാളം മാത്രമല്ല ബാക്കിയുള്ള ഭാഷകളിൽ എഴുതുന്ന മലയാളി എഴുത്തുകാരെല്ലാം ഒരു വേദിയിൽ കൊണ്ടുവന്നിട്ട് തുറന്ന പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇപ്പോൾ 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വർഷം നമ്മളത് ഇവിടെയുള്ള കുറച്ച് ആൾക്കാരെ വെച്ച് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അതിനകത്ത് അന്ന് 18ഓളം എഴുത്തുകാർ, മലയാളികളായിട്ടുള്ള എഴുത്തുകാർ, ഓസ്ട്രേലിയയിലുള്ള മലയാളി എഴുത്തുകാർ മാത്രമല്ല അവർ പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു. അതാണ് പുസ്തകങ്ങൾ ആദ്യത്തെ വർഷം പങ്കെടുത്തത്. 18 പേര് എഴുതുന്നവരല്ല, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് അവരുടെ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഒരു പങ്കെടുപ്പിച്ചിട്ട് നമ്മളൊരു അതുപോലെ തന്നെ ഇവിടെ മലയാളി അസോസിയേഷനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് 40-40 അസോസിയേഷൻ ഒരുപാട് പേര്. പക്ഷെ മലയാളം പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പൊ നമ്മൾ സ്കൂളിൽ ഇവിടെ അംഗീകരിച്ചു, മലയാളം അംഗീകരിച്ചു. അതിലെ ആദ്യത്തെ ബാച്ചിന്, അതൊരു ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം, പഠിച്ചിട്ട് ഗവൺമെൻറ് അംഗീകരിച്ച ആദ്യത്തെ ബാച്ചിന് നമ്മളാണ് അവരെ വിളിച്ചിട്ട് അനുമോദിക്കുകയും പിന്നെ അവരെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ അനുമോദിച്ചു ഇതാക്കുകയും ചെയ്തു. ഈ രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കങ്കാരു കേരളത്തിലുള്ള തൃശ്ശൂർ ജില്ലയിലെ കുറേ ലൈബ്രറികളിലേക്ക് വിതരണം ചെയ്യും. അവിടെ നിന്ന് അത് വായിച്ചിട്ടൊരു കുട്ടി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആസ്വാദനക്കുറിപ്പ് പോലെ എഴുതി. പക്ഷെ അത് വന്നപ്പം ഒരു പുസ്തകമായി മാറി. ആ പുസ്തകമായി, അതായത് കങ്കാരു കേരളത്തിലേക്ക് ഇവിടെ വന്നിട്ട് മാഷ എഴുതി. ഒരു മിനിറ്റ് ഞാനൊന്ന് ആ പുസ്തകം ഞാൻ എടുത്തിട്ട് വരാം. മാഷയുടെ പുസ്തകം വായിച്ചിട്ട് എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സുകാരിയാണോ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഉത്തരാനികിൽ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി അങ്ങനെ എഴുതിയുണ്ട്. വേറെ രസകരമായിട്ടുള്ളത് ഈ മാഷ് ഈ പുസ്തകം എല്ലാം കൊണ്ടു നടന്നിട്ട് കേരളത്തിലെ മന്ത്രിമാരെയും ഇവരെയൊക്കെ കണ്ട്, തൃശ്ശൂർ മാഷ് കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. അപ്പോൾ കൗൺസിലിലെ മാഷയുടെ വീടിൻ്റെ പരിസരത്താണ് ഇപ്പോൾ തൃശ്ശൂരത്തെ സൂ അങ്ങോട്ടാണ് മാറ്റുന്നത്, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അത് വലിയൊരു നമ്മുടെ നാട്ടിലൊക്കെ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ വളരെ സൂ പോലെയല്ല സുവോളജിക്കൽ പാർക്ക്. അവിടെ കുറച്ചുകൂടി അനിമലിനെ കുറച്ചുകൂടി എന്താ പറയുക സ്വതന്ത്രമായി നടക്കാനും കുറച്ച് ഏരിയ കൂടും. അങ്ങനത്തെ ഒരു സംവിധാനം തൃശ്ശൂർ ഉണ്ടാവാൻ പോവാണ്. അപ്പൊ അതിലേക്ക് പുസ്തകമായിട്ട്
മന്ത്രിമാരെയൊക്കെ സമീപിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു കങ്കാരുവിനെ കേരളത്തിലേക്ക് എത്തിക്കണം. സീരിയസ്ലി അതാണ് പുള്ളിയുടെ പുസ്തകത്തിന്റെ പേര് അങ്ങനെ ആയത്. കങ്കാരു കേരളത്തിലേക്ക് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിയെ പുള്ളി കാണുകയും പുള്ളി ഈ രണ്ട് പുസ്തകത്തിന്റെയും ഈ പുസ്തകം പുള്ളി എഴുതിയത് ഇത് കണ്ടിട്ട് ഇപ്പം അദ്ദേഹത്തിനെ പിള്ളേര് കാണുമ്പോൾ ആദ്യം മാമനോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്നാ കങ്കാരു കേരളത്തിലേക്ക് വരിക എന്നാണ്. ഈ പുസ്തകത്തിന്റെയും അതുപോലെ തന്നെ യാവ എന്ന് പറഞ്ഞുള്ള പുസ്തകത്തിന് നമ്മൾ ഓൺലൈൻ പ്രകാശനം വെച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ കൂടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ത്രൂ മാഷ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അതിന് നമ്മളൊരു കാരണമാവും. അതല്ല നമ്മളൊരു കാരണമാവുകയാണ്. അങ്ങനെ അതുമായിട്ട് നമ്മൾ കുറേ പരിപാടികൾ നടത്തുന്നുണ്ട്. പിന്നെ ഈ വായനശാലയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സഞ്ജയുടെ അടുത്ത് പല ആൾക്കാരും ഇങ്ങനെ പുസ്തകം ഇവിടെ കിട്ടും, നാട്ടിൽ നിന്ന് വരുത്താൻ പറ്റുന്നില്ല, വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. പിന്നെ ദൂരെ കൂടുതലുണ്ട്, ഇപ്പോൾ ലോങ്ങിൽ വന്ന ആൾക്കാർക്ക് അടുത്ത് വായിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആശയം വന്നപ്പോഴാണ് നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു പുസ്തക സ്റ്റാള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏപ്രിൽ 5 ബേക്കേഴ്സ് മാർഷിൽ വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി പാർട്ണറായിട്ട് നമ്മൾ ചെല്ലുന്നു. അതെ. അപ്പോൾ അവിടെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജിൽസിൻ്റെ ഒരു പുസ്തകം ആവശ്യമുണ്ട്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്തായാലും പുസ്തകങ്ങൾ വരുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ വരുന്നു. ഇതിനകത്ത് സഞ്ജയോട് ഞാൻ സംസാരിച്ചു, ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് എടുത്തുകൂടെ? അല്ല, നമ്മളങ്ങനെയാണല്ലോ ചേട്ടാ. അപ്പോൾ പുള്ളി പറഞ്ഞ ചില വായനക്കാരുണ്ടാവുക എന്നുള്ളതാണ് പുള്ളിയുടെ പ്രോഫിറ്റ്. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഇവിടെ ബേക്കേഴ്സ് മാർഷിൽ ഓണച്ചന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ സ്റ്റാൾ ഇടാം എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെ പുസ്തകത്തിന് സ്റ്റാൾ ഇട്ടിട്ട് നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. നിർഭാഗ്യവശാലാണ് നമ്മുടെ വയനാട്ടിലന്ന് ദുരന്തം ഉണ്ടായത്, പ്രളയം ഉണ്ടായത്. അപ്പോൾ സഞ്ജയ് ഉടനെ തീരുമാനം എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ കിട്ടുന്ന മുഴുവൻ പൈസയും വയനാടിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സഞ്ജയ് എടുത്ത് അത് വേണോ, അത് നിങ്ങളുടെ പോക്കലിലെ പൈസയല്ലേ പോണത്. അപ്പോൾ സഞ്ജയ് പറഞ്ഞൊരു ഇതുണ്ട്, നാട്ടിലുള്ള പല ആളുകളും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ സ്വന്തം ഷോപ്പ് തുറന്ന് തുണികൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ കൊടുക്കുന്നു. നമ്മൾ ഇത്രയെല്ലാം ഇവിടെ ഇരുന്നിട്ട് ഇതെല്ലാം ഫേസ്ബുക്കിലും വാട്സപ്പിലും കാണുക എന്നുള്ളത് കമൻറ്റ് ഇടുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും പോയി ആ ഫുൾ ഡേ അവിടെ നിന്നു. നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പുസ്തകങ്ങൾ ഇവിടെ വാങ്ങുന്നില്ല, നമുക്ക് പ്രതീക്ഷയില്ല. പുസ്തകങ്ങൾ വാങ്ങുന്നത് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വന്ന് മേടിക്കുന്നു കഴിയുന്നത് വന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കാനുള്ള പൈസ അവരൊന്നും മേടിക്കണ്ടേ. അതെ അതെ അതെ. അദ്ദേഹം ഇവിടെ നമ്മുടെ അവനിപ്പോ മലയാളം പഠിച്ചു തുടങ്ങി, അവൻ ദ്വിഭാഷിയാ. നമ്മൾ മലയാളത്തിൽ വർത്തമാനം പറയുന്നതാണോ. ഇത് പല ആളുകൾക്കും ഞാനിപ്പോൾ ഇതിൻ്റെ വായനശാലയുടെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുള്ള ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ആരെങ്കിലും പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ ഇതിലുള്ള. പക്ഷേ ഇത് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരാളുകളെ ഞാൻ ഇവിടെ കണ്ടത് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് പറഞ്ഞ പാരൻസ് ഉണ്ട്. ഈ പാരൻസിന് ഇവിടുത്തെ കൾച്ചറിലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കോ ഒരു പരിധി വരെ ഒരു ടി വിയിൽ ഓക്കെയാണ്. അവർ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരുടെ സഞ്ജയ് പറഞ്ഞോന്നറിയില്ല, പഴയ കാലഘട്ടം കൂട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാരൻസ് വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും നല്ല സുഹൃത്താണ് ഇവൻ ചെയ്യുക. അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന MTD ആയാലും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പഴയ പുസ്തകങ്ങൾ തകഴിയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നാട്ടില് ഈ കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരും അങ്ങനെ ഈ കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ചെയ്ത ഒരു പ്രോഡക്റ്റാണിത്. മുൻകാല ഇവിടുത്തെ അവരെയൊക്കെ ശരിക്കും നമ്മൾ തൊഴുകണം. കാരണം ഒന്നാലോചിക്കും, ഇപ്പൊക്കെ നമുക്ക് പ്രിന്റിങ്ങും സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. പക്ഷെ അന്ന് കാലത്ത് അവരിവിടെ വന്ന് അവർ ഈ ജോലി തിരക്കുകൾക്കിടയിൽ അവരുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ, ഫോട്ടോസ്റ്റാറ്റൊക്കെ ആ 80കളിലൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ അത് അതെ റെയറുമാണ്. അപ്പം അവരിത് ഇതേപോലെ പുസ്തകങ്ങളൊക്കെ ആക്കി അവർ പിള്ളേരെ സംഘടിപ്പിച്ച് പുസ്തകങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇതാണ് നമ്മൾ മാറിയിട്ട് VSLന്റെ വിക്ടോറിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജിന്റെ കീഴിൽ ഇപ്പം നമ്മളിവിടെ മലയാളം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 12ാം ക്ലാസ്സിൽ നമുക്ക് മലയാളം അപ്രൂവൽ കിട്ടിയതുകൊണ്ട് ഇവിടെ മലയാളം പഠിച്ചുകൊണ്ട് പിള്ളേർക്ക് കാര്യമുണ്ട്. അതെ. പിന്നെ അതേപോലെ തന്നെ അവര് കയ്യെഴുത്ത് മാസിക എന്ന് പറയുന്ന പരിപാടിയും ചെയ്തായിരുന്നു അല്ലേ 81-ൽ. നോക്കൂ, അതെ 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 ഉണ്ടോ 81-ൽ മലയാളികൾ ഇവിടെ കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന്റെ കോപ്പിയാണ് ഒറിജിനൽ കോപ്പിയാണിത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്കിവിടെ വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ.
അത് ഡിക്ഷണറിയാണ്, ഈ അക്ഷരങ്ങളുടെ അക്ഷരമാലാക്രമത്തിൽ കേരള സർവകലാശാല ഉണ്ടാക്കിയിട്ടുള്ള. അത് ഇപ്പോഴും മുഴുമിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറികൾ കണ്ടിട്ടില്ലേ, അതേപോലെയാണ്. അത് വ്യാകരണം എവിടെയൊക്കെ ഉപയോഗിക്കാം, അത് ശരിക്കും ഇതൊരു റിസർച്ച് സ്കോളറൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, അവർക്ക് ചിലപ്പോൾ വാക്കുകളെ കറക്റ്റായിട്ടുള്ള വാക്കുകൾ അറിയില്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കുകളാണ്. അത് തന്ന വ്യക്തിയെയും ഞാൻ എടുത്തു പറയണം, രവിചേട്ടൻ. അദ്ദേഹം ലിൻബ്രൂക്കിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. അദ്ദേഹം ആണ് എനിക്ക് ഉണ്ണി അത് കൊണ്ടുപോയി നിനക്കാണ് ഇതൊക്കെ ആവശ്യം വരിക എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള സംഭാവന തന്നിട്ടുള്ള. അതൊക്കെ പുസ്തകങ്ങൾ മാത്രമല്ലല്ലോ, സോഷ്യലായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ പുസ്തകങ്ങൾക്കും വായിക്കുന്നവര് അവർ പലതും ചിന്തിക്കുന്നുണ്ട്. അപ്പം അവരത് തിരിച്ച് സമൂഹത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ സാധനം എന്താ പറയട്ടെ, ഇതാണ് കേരള പാഠാവലി. ഒരു വട്ടം കൂടി അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തരാം, ഞാൻ വന്നിട്ടാണെങ്കിൽ. അപ്പൊ ഇത് അത് ശരിക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ ഞാൻ ഇത് കൊണ്ടുവരുന്നത്. ആദ്യത്തെ നമ്മൾ ഓണച്ചന്തയില്ലേ, ഞങ്ങൾ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ കൊണ്ടുപോയതായിരുന്നു, വെച്ചുകൊണ്ട് പോയി. കാരണം ഇത് നാട്ടിൽ അവർക്ക് കിട്ടിയില്ല. ഇത് അറിയുന്നവർ, ഇതിന്റെ മഹിമ അറിയുന്നവർ വാങ്ങിക്കും. ഇത് പൈസ അല്ലേ, പൈസ നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോ ഏജിൽ നിന്ന് പെട്ടെന്ന് 1ാം ക്ലാസ്സിലേക്ക് മടങ്ങിച്ചില്ല. തീർച്ചയായിട്ടും അല്ലെ, വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും. ഒരിക്കലും നമ്മള് ബോഡി കൊണ്ടൊന്നും പോവല്ലേ, നമ്മുടെ മനസ്സുകൊണ്ടേ പോകാൻ. ഇത് എന്താണെന്നറിയില്ല, നമുക്ക് ഈ പുസ്തകം ആദ്യം നമ്മൾ കിട്ടും, നിങ്ങൾ പറഞ്ഞു, നമ്മൾ ആ മണം ഉണ്ട് ഒരു മറച്ചു നോക്കുന്നത്. അത് ഈ സാധനത്തെ അന്ന് അനുഭവിച്ചിട്ടുള്ള ഫീൽ നമുക്ക് ഇവിടെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഫീൽ പറ്റുകയാണ്. ഡെഫിനറ്റ്ലി കിട്ടുമല്ലോ. കൾച്ചറിൽ നഷ്ടപ്പെട്ടു പോകാൻ ഭയങ്കര പലപ്പോഴും ഈ പറഞ്ഞ ഇപ്പൊ കൾച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതൊരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. പലപ്പോഴും ആളുകൾ നമ്മളോട് തമാശ രൂപേണ പറയാറുണ്ട്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാരണം കൾച്ചറൽ ഡിസാസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയും. പക്ഷെ അതല്ല, ഇങ്ങനെ വൈവിധ്യമാണ് ഈ ഭൂമി തന്നെ മനോഹരമാക്കുന്നത് അല്ലേ. അല്ലേ, എല്ലാം ഒരേപോലെ പരന്നു കിടക്കുകയായിരുന്നെങ്കിൽ ഈ ഭൂമി ഇത്ര മനോഹരമാവും. അല്ല, ഇത് വേറെ പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ പല കൾച്ചർ ഉണ്ടെന്ന് പറഞ്ഞാലും അത് സ്ലോലി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കേരളത്തിലെ പോലും കസ്റ്റംസ് ഒരുപാട് ചേഞ്ച് ചെയ്തു. കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാത്തിലും വരും. ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും നമ്മുടെ പോലും, അതായത് നമ്മൾ ഇവിടുന്ന് പ്രായമായതിനു ശേഷം വന്ന ആൾക്കാർ, നമ്മുടെ ആയാലും കൾച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ 100-ലൊന്നേ ഉള്ളൂ അല്ലേ, അത് പിന്നെ അത് തീർന്നങ്ങ് പോവാണ്. അതൊക്കെ കൈയെഴുത്ത് പ്രതിയൊക്കെ നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുള്ള, അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ഇത് ഇതിന്റെ രസം 81 കുറയപ്പോ നമ്മള് ജനിച്ചിട്ടുണ്ടോ. അല്ല, അത് മാത്രല്ലേ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത്, ഇന്നിപ്പം നമ്മളുടെ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ എത്രയുണ്ട് ഇല്ലേ. ഒരു സഭയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൾക്കാരെ കാണാം. പക്ഷെ അന്ന് ഇവരൊരു പലരും പല സഭകളായിരുന്നു. അവര് നമ്മളോട് പറയാറുണ്ട് കണക്കുണ്ടോ, അവരെല്ലാം, അതായത് അവര് മൊത്തം അതൊരു മാഗസിൻ പോലെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പക്ഷെ ഇതവരും എല്ലാ മാസം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാസം ചിങ്ങം കന്നി, അത് ഇതൊക്കെ പലർക്കും അറിയാനില്ല. എന്താ ഒരു കുതൽനാഥിന്റെ കോപ്പികൾ തന്നെയാണ് അവര്. അതുപോലെ അവര് അത് വാർഷിക പതിപ്പുണ്ട് കേട്ടോ, അത് ആനുവൽ മലയാളി അസോസിയേഷൻ 83 വന്നത്. അതുകൊണ്ടോ ഓരോ ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്. അത് ശരിക്കും ഓഡിയൻസിനെ കാണുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുത്ത് കാണിച്ചാൽ മതി. വളരെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മലയാളികൾക്കെല്ലാം മലയാളം ബുക്കുകൾ വളരെ ഇഷ്ടമാണ്. അത് നമ്മൾ എവിടെയെങ്കിലും അന്വേഷിക്കണം, കിട്ടാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഇത്രയ്ക്കധികം ഏകദേശം 5000 ബുക്കുകളുണ്ട് ഇവിടെ. അപ്പോൾ ആലോചിച്ചാൽ മതി എന്തുമാത്രം ബുക്ക് ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുസ്തകങ്ങൾ, മലയാളം പുസ്തകങ്ങൾ വായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നേരെ വിപഞ്ചയിലേക്ക് വരിക. ഇവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് വീട്ടിലെടുത്തുകൊണ്ട് പോകാം. 6 ആഴ്ച വരെ സമയമുണ്ട്. വായിച്ച് തീർന്നതിന് ശേഷം അടുത്ത ബുക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാം. പലപ്പോഴും ഇപ്പൊ ദൂരത്തുള്ളവരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അവർ ചിലപ്പോൾ 20 ബുക്കൊക്കെ ഒരുമിച്ച് നമ്മുടെ ഗ്രൂപ്പിലുള്ള ശൈലജ വർമ്മട്ടി ചേച്ചിയുണ്ട്. പുള്ളിക്കാരത്തി വേറൊരു കാര്യം ചെയ്യണ്ടായിരുന്നു. ഈ കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് വിജ്ഞാനദീപം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അവരെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ പുറംചട്ട പേജ് ബൈ പേജ് ആയിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടാണ് കഥ വായിക്കുന്നത്. ഇതിൽ ഇന്നതൊക്കെയാണ്, അത് അത്രയും ഒരു പുസ്തകം വായിച്ച് അതിലിട്ടതിന് ശേഷം കണ്ണ് കാണുന്നവരും ചെവി കേൾക്കാത്തവരും നമ്മളെക്കാൾ എത്രയോ ആസ്വാദകരമായിട്ട് അത് കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതിനൊരു ഗ്രൂപ്പ് ഉണ്ട്. മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. ഒരുപാട് പൈസ ഒന്നുമില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന അതേ പ്രൈസ് തന്നെ. പിന്നെ കൊണ്ടുവരാനുള്ള എക്സ്പെൻസുകളും എന്താ പറയുന്നത്, ഇതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന മാത്രമേ പ്രോഫിറ്റബിൾ അല്ല. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇത് ചാരിറ്റിക്കായിട്ടാണ് തിരിച്ച്
ചാരിറ്റിക്ക് പോകുന്നത് മാത്രമല്ല നമ്മുടെ പുസ്തകങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. കിട്ടുന്ന പൈസ വേറെ പുസ്തകങ്ങൾ മേടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വിഭജികയെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അത് സഞ്ജയുടെ ഫോൺ നമ്പർ നമുക്ക് വീഡിയോ കൊടുക്കാവുന്നതാണ്. വെബ്സൈറ്റും ഉണ്ട്, വെബ്സൈറ്റും. ഇത് കൂടാതെ ഇവർ വേറെയും സോഷ്യൽ ആക്ടിവിറ്റീസുകളും അതുപോലെ ഡ്രാമ, പോയംസ് എഴുതുക, കഥകൾ എഴുതുക, നോവലുകൾ എഴുതുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കും ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കലയും സാഹിത്യവും ഇതൊക്കെ നമുക്ക് വീണ്ടും ഇവിടെ തിരിച്ചു പിടിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. അതെ, ജൽസോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് നന്ദി പറയുന്നതിനേക്കാളുപരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയിക്കുക, ആളുകളിലേക്ക് എത്തിക്കാൻ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതുപോലുള്ള ആളുകളാണ് ശരിക്കും ഇത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇവിടെ നമ്മളിപ്പോ ആളുകളെ നമ്മൾ പലപ്പോഴും നമ്മൾ ഇത് പറയുമ്പോൾ ഈ BSL മലയാളം പലരും ചോദിക്കാറുണ്ട്, ഇത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളൊന്നും അറിയാതിരിക്കല്ല. നിങ്ങൾക്ക് ആവശ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ സാധനം ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് നമുക്ക് ആഡ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ജിൽസ് ഇപ്പൊ പറഞ്ഞല്ലോ, വായനക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം, വായിക്കാം. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് മലയാളികളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ താല്പര്യം ഉണ്ടാവും. അപ്പൊ അവരായിട്ട് നമ്മളിത് ഷെയർ ചെയ്യാം. ഇങ്ങനെ ഒരു സംഭവം അത് തന്നെ ഈ വീഡിയോ ആയാലും അതല്ലെങ്കിൽ വിഭജികയുടെ വെബ്സൈറ്റ് ആയാലും നമ്മുടെ മലയാളികളുമായിട്ട് എല്ലാം ഷെയർ ചെയ്യണം. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ VC സ്കൂളുകൾ, നമ്മുടെ ഹൈസ്കൂളിലും മറ്റും മലയാളം പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേരുണ്ട്, അല്ലെങ്കിൽ പേരൻസിന് താല്പര്യമുള്ളവരുണ്ട്. അവർക്ക് പഠിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മലയാളമായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ഗിരീഷിനെ അറിയില്ല, ഗിരീഷ് നല്ലൊരു സംവിധായകനാണ്. ഡ്രാമ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രാമ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗിരീഷുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പക്ഷെ ഇവരെല്ലാം മെൽബണിലാണ് കേട്ടോ. അല്ല, നമ്മുടെ സൗഹൃദങ്ങൾ മാത്രമല്ല, മെൽബണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ 4ാമത്തെ സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്ലേ ഇവിടെ. അത് മാസ്റ്ററാണ് കളിക്കുന്നത്. അങ്ങനെ നമുക്ക് അറിയാലോ, ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടൈം വെച്ചിട്ട് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റാവുന്ന നമ്മളെല്ലാവരുടെയും പോയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുസ്തകങ്ങളുടെ കാര്യമായാലും നമ്മൾ അങ്ങനെ പല സ്ഥലത്തും പോയിട്ട് ചെയ്യാറുണ്ട്. ആളുകളെ കൊണ്ട് ഇപ്പോൾ ഞാനതൊന്ന് നേരത്തെ പറഞ്ഞ 18 എഴുത്തുകാർ വന്നത് ഈ വർഷം വന്നത് ബ്രിസ്ബെയിനിൽ നിന്നാണ്. ബ്രിസ്ബെയിനിൽ നിന്നാണ്. ഇപ്പൊ പ്രാവശ്യം നമ്മളിവിടെ ഓസ്ട്രേലിയൻ മലയാളി ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തി ആദ്യമായിട്ട്. അതായത് മലയാളികളെല്ലാം എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ്. നാട്ടിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, ഗൾഫിലും നടക്കുന്നുണ്ട്. നമുക്ക് അത്രയും വലിയ ആർഭാടത്തോടു കൂടിയിട്ട് നടത്താനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. പക്ഷെ ഉള്ളത് വൃത്തിയായിട്ട് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ തുറന്ന പുസ്തകത്തിൻ്റെ കൂടെ നമ്മൾ ഓസ്ട്രേലിയൻ മലയാളി ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടത്തി. അപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ പുസ്തകങ്ങളുടെ പ്രദർശനം ഉണ്ടായിരുന്നു. ജന്മശതാബ്ദി ആയിരുന്നല്ലോ. അപ്പോൾ അതും അതിൻ്റെ ഭാഗമായിട്ട് നടത്തി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തുക. അപ്പോൾ ജിൽസൊരു പുസ്തകം എഴുതിയിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, ആളുകൾ അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു പൊതുവേദിയിലേക്ക് നമ്മളവരെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്ന പുസ്തകം എന്ന് പറഞ്ഞിട്ട് അവരെ തുറന്ന പുസ്തകം എന്ന പേരാണെങ്കിൽ അവരെ തുറന്ന മനസ്സാണ് നമ്മളെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകളെ അപ്പൊ അങ്ങനെ ഇതറിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കുട്ടനാടിന്റെ ഒരു പുസ്തകം ഒരു ആളൂടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പുസ്തകങ്ങൾ എഴുതുന്ന ആൾക്കാർ അങ്ങനെ അറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോ ചിലപ്പോൾ ഈ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുന്നൊരു സംവിധാനം. ഈ MLF ഇപ്പൊ നമുക്ക് അതിനകത്ത് 100 പേരുടെ അടുത്താണ് പങ്കെടുത്തത്. അത് ഇപ്പം പറഞ്ഞ പുസ്തകത്തിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ ഡ്രാമ ആയാലും നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡ്രാമ ചെയ്തപ്പോൾ കാൻബറയിൽ നിന്നും അഡ്ലൈഡിൽ നിന്നൊക്കെ കണ്ടു. വിഭജിക എന്ന് പറയുന്ന പുസ്തകം വെക്കുന്ന ഒരു ശാലയല്ല കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാംസ്കാരികമായിട്ട് പരിപാടികൾക്ക് നാട്ടിൽ നമ്മളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ നമ്മൾ ചെയ്യുന്നു. ഈ നാട്ടിലൊക്കെ നമ്മൾ വായനശാലകള് അതെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ലല്ല, വായനശാലകളിൽ നമ്മള് മറ്റേ PSC പരീക്ഷയുടെ ഇതിനുള്ള സ്ഥലങ്ങളുണ്ട്. വേറെ നാട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വായനശാലയിലാണ് ഒത്തുകൂടുക. വായനശാല ഒത്തുകൂടെ അവിടെ നിന്നാണ് ചർച്ച രൂപീകരിക്കുന്നത്. നാട്ടിലെ വിഷയം എങ്ങനെ പരിഹരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കർഷകരുടെ പ്രശ്നം, എന്ത് പ്രശ്നമായാലും നമ്മളൊരു വായനശാല ഉണ്ടാവും. ഒരു ഗ്രാമത്തിന്റെ ഒരു ഐശ്വര്യം പോലെ. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ നാട്ടിൽ. ഭയങ്കര മോശം സാഹചര്യം. കെട്ടിടം പോലെ താഴെ പോയി. വളരെ സന്തോഷം. നിങ്ങളുടെ സമയം ഞങ്ങളുടെ ഈ വായനക്കാർക്കും അതുപോലെ തന്നെ വിഭജിക്കും വേണ്ടി ചെലവഴിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഇതുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിലേക്ക് ഈ വീഡിയോ എത്തിപ്പെടാനായിട്ട് സഹായിക്കുക. നിങ്ങൾ കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്യുക.
നമ്മുടെ വിവഞ്ചിയെ സന്ദർശിക്കുകയും നമ്മുടെ വിവഞ്ചിയുടെ ലൈബ്രറിയെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതിന് വളരെ സന്തോഷം. വിവഞ്ചിയുടെ ചെറിയൊരു ഉപകാരം. ഓക്കെ, താങ്ക് യു.